നേത്ര സംരക്ഷണ രംഗത്ത് 4 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യത്തോടെ പുനലൂർ ശങ്കേഴ്സ് കണ്ണാശുപത്രിയുടെ പുതിയ ശാഖ ആയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ആയൂരിലെ ശങ്കേഴ്സ് കണ്ണാശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ 40 വർഷം മുമ്പ് എളിയ നിലയിൽ ആരംഭിച്ച ശങ്കർ ഡോക്ടറിൻ്റെ ശങ്കർ ഹൈ ഹോസ്പിറ്റൽ പുനലൂരിലെ ഏറ്റവും ആദ്യത്തെ കണ്ണാശുപത്രിയിൽ ഇന്ന് കൊല്ലം ജില്ലയിലെ തന്നെ നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയാണ്. ഇവിടെ പുനലൂർ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ പോകണം കണ്ണ് പരിശോധിക്കാൻ എന്നാണ് നാട്ടുകാർ പറയുന്നത്. മധുരയ്ക്ക് പോകണം. അപ്പോൾ പുനലൂർ കഴിഞ്ഞാൽ മധുരയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ആയൂരിലും കടയ്ക്കലും നേരത്തെ തുടങ്ങി. ചുമ്മാർ പറയുമ്പോൾ ഞാൻ കടയ്ക്കൽ തുടങ്ങിയെന്നറിയും. തീർച്ചയായിട്ടും ഒരു ഡോക്ടറും ഹോസ്പിറ്റലും ചികിത്സയും എന്നതിനപ്പുറത്തേക്ക് ഞാൻ പത്തനാപുരത്തെ MLA ആയിട്ട് 23 വർഷം കഴിയാണ്. ഞാൻ എപ്പോഴും കേൾക്കുന്നത് ശങ്കർ കണ്ണാശുപത്രിയുടെ ക്യാമ്പുണ്ട്, അവിടെ നിന്നും വളരെ സൗജന്യമായി അവർക്ക് കാറ്ററാക്റ്റിൻ്റെ ചികിത്സ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. പല സ്ഥലത്തും ഇത് നേരത്തെ 1-2 ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഈ വർഷങ്ങൾക്കിടയിൽ. പക്ഷേ എല്ലാ ഒരു ചികിത്സാലയം എന്നതിൽ ഉപരിയായി ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടറുടെ ശ്രീമതിയും ആതുര സേവന രംഗം എന്ന് പറയുമ്പോൾ അതിൽ ഒരു പാവപ്പെട്ടവരോടുള്ള ഒരു കരുണ. ഞാൻ പലപ്പോഴും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ ചില കോളനികളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ണാടിയൊക്കെ വെച്ച് നിൽക്കുന്ന ചില ആൾക്കാർ. ഇപ്പോൾ ഞാൻ കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. ക്യാമ്പ് ഉണ്ടായിരുന്ന ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് ശങ്കറിൽ നിന്ന് കണ്ണ് ഓപ്പറേഷൻ ചെയ്തെന്ന് പറയും. കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പാവങ്ങൾക്ക് ഒരു കണ്ണ് ഓപ്പറേഷൻ ഞാൻ 10-15 രൂപ ചിലവാക്കാൻ ഇല്ലാത്തവർ, അതുകൊണ്ട് കാഴ്ച മങ്ങിയാലും അത് അറിയുന്നില്ല. കാരണം എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മങ്ങൽ അറിയത്തില്ല. സ്ഥിരമായി പത്രം വായിക്കാത്തവരാണെങ്കിൽ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്യുന്നൊരു സഹോദരിക്ക് കണ്ണ് കാഴ്ച കുറയുന്ന അറിയത്തില്ല. കാരണം അവർ പുകയിലായിരിക്കുന്നത്. ഇത് തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതേസമയം പരിപ്പ് തൊലിക്കുന്നവരാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ കണ്ണിന് കാഴ്ച കുറഞ്ഞു എന്ന് മനസ്സിലാവും. അത് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കാണാം. ഒരു കശുവണ്ടി ഫാക്ടറി കയറിയാൽ ഈ പരിപ്പ് തൊലിക്കുന്ന ആളുകൾ കണ്ണാടി വെച്ചിട്ടുണ്ട്, പല സ്ത്രീകളും. പക്ഷെ തല്ലുന്നവർ പലരും കണ്ണാടി വെച്ചില്ല. അവരെ ഈ പുകയും പൊടിയും എല്ലാം കൂടെ ചേർന്ന് മൊത്തത്തിലൊരു മങ്ങനാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. ഇതിനെ കടന്നു പോകുന്നവർക്ക് പോലും, ഇപ്പോൾ ദൂരയാത്രയിൽ കടന്നു പോകുന്നവർക്ക് പോലും ആയൂർ ശങ്കേഴ്സ് ഹോസ്പിറ്റലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ചികിത്സ നേടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നല്ല ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. ആയൂരിൽ ഈ മേഖലയിലുള്ളവർക്ക് കടയാകുമ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സർവീസ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അത് വിജയമായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഡോക്ടറുടെ സ്ഥാപനം വളരെ തന്നെ ചെയ്യണമെന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രാർത്ഥനകളോടും കൂടി എന്നെ ഈ ചടങ്ങായി ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. ഒരു നല്ല സ്ഥാപനം, പ്രസിദ്ധമായ ഒരു സ്ഥാപനത്തിൻ്റെ ശാഖ ആയൂരിൽ തുടങ്ങുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടും ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്ന എല്ലാവർക്കും കണ്ണ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. പകുതി ഡോക്ടറും പകുതി ദൈവമാണ് എന്ന് ഞാൻ ദൈവവിശ്വാസിയായിട്ട് പറയുന്നതാണ്. ഇലക്ഷൻ പ്രമാണിച്ച് ദൈവവിശ്വാസിയായ ആളല്ല. ശരിക്കും പറയും ഞാൻ ദൈവവിശ്വാസിയാണ്, പക്ഷെ മതവിശ്വാസിയല്ല. ദൈവം ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഈ കണ്ണിൻ്റെയൊക്കെ മെക്കാനിസം നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ സൃഷ്ടാവായ ആൾ എത്ര വലിയ സയൻറ്റിസ്റ്റായിരുന്നു അറിയില്ല. നമ്മുടെ ഈ ശരീരം, നമ്മളീ കൊണ്ടു നടക്കുന്ന ഒരു ശരീരം 5-6 അടി പൊക്കം വരും, ഒരു 10-75 കിലോ 80 കിലോ തൂക്കവും കാണും. ഈ സാധനത്തിനകത്തുള്ള പ്രവർത്തനങ്ങളെ ഏകോപിച്ചവൻ എത്ര വലിയവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവവിശ്വാസിയായി ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ഡോക്ടറെല്ലാം ചെയ്യും, പക്ഷേ അതിൻ്റെ റിസൾട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ശങ്കർ ഹൈ ഹോസ്പിറ്റലിൻ്റെ ആയൂർ ശാഖയുടെ ഉദ്ഘാടനം ദൈവനാമത്തിൽ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ പുനലൂർ MLA PS സുബാൽ അധ്യക്ഷനായിരുന്നു. നമുക്കറിയാം, ഈ ആതുരാലയം നമ്മുടെ ഈ പ്രദേശത്ത് വരുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. ഡോക്ടർ ശങ്കറുടെ നേതൃത്വത്തിൽ ആശുപത്രി ആരംഭിക്കുന്നത് പുനലൂരിലാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറിയ നിലയിൽ ആരംഭിച്ച ആശുപത്രി ഇന്നിപ്പോൾ വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആതുരാലയം എന്നുള്ള തരത്തിൽ പേര് സമ്പാദിച്ച് മുന്നോട്ട് പോകുകയാണ്. പുനലൂരിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി നിലകൊള്ളുന്നു.
പിന്നീട് കടയ്ക്കലിൽ ഏതാണ്ട് 1.5 വർഷം മുമ്പ് മറ്റൊരു ഇതിൻ്റെ ഭാഗമായി ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മുടെ ആയൂരിൽ ഇവിടെ ശങ്കർ കണ്ണാശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ആതുര സേവന രംഗത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് പേര് സമ്പാദിക്കുവാനും ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം ഒരുക്കുവാനും ഡോക്ടർ ശങ്കറിൻ്റെയും ഷെർലി ശങ്കറിൻ്റെയും നേതൃത്വത്തിൽ ഈ ആതുരാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ ഇത്തരമൊരു ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ഡോക്ടർ ശങ്കറെ ഞാൻ പ്രത്യേകമായി അവസരത്തിൽ അനുമോദിച്ചുകൊണ്ട് ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മുടെ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.വി. ഗണേഷ് കുമാറിനെ ഞങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ക്ഷണിക്കുക. അവിടെ ഡോക്ടർ നിൻസാൻ വന്നിട്ട് അവിടെ നോക്കുമ്പോൾ പള്ളിയിലുണ്ട് കെട്ടിട്ടുണ്ട് നടത്താൻ അല്ലേ അവരുടെ ഹസ്ബൻഡ് അറിയാം. ആശുപത്രി PRO സുന്ദരേശൻ സ്വാഗതം ആശംസിച്ചു.
ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാലാൽ ഫാർമസി ഉദ്ഘാടനം ചെയ്തു. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ GS അജയകുമാർ ഒപ്റ്റിക്കൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ B ശങ്കർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷേർലി ശങ്കർ, ഡോക്ടർ ആദിത്യ ശങ്കർ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AM റാഫി, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം S തങ്കമണി, വിളയിൽ കുഞ്ഞുമോൻ, അമൽ വർഗീസ്, ജ്യോതി വിശ്വനാഥൻ, കടയിൽ ബാബു, ആയൂർ ബിജു, റോയി എബ്രഹാം, ഗിരീഷ് ആമ്പാടി, ഷുക്കൂർ തോട്ടക്കര, പ്രസാദ് കോടിയാട്ട്, K രാജശേഖരൻ, പ്രിയാപിള്ള, മധു വട്ടവിള, A പ്രിൻസി എന്നിവർ സംസാരിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.